ഈ വീഡിയോയിൽ നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നു സ്റ്റോക്ക് ബ്രോക്കേഴ്സിനെ കുറിച്ച്. നമുക്ക് NSEയിൽ അല്ലെങ്കിൽ BSEയിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനിയുടെ ഷെയർ ബൈ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് നമ്മൾ വിൽക്കണമെങ്കിൽ നമുക്കൊരു ബ്രോക്കർ ആവശ്യമുണ്ട്, അതായത് സ്റ്റോക്ക് ബ്രോക്കർ. ആ സ്റ്റോക്ക് ബ്രോക്കർ ആണ് നമുക്ക് ഇതിനുള്ള സൗകര്യം നമുക്ക് ചെയ്തു തരുന്നത്. ഇന്ത്യയിൽ തന്നെ ഒരുപാട് സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ഇന്ന് അവൈലബിൾ ആണ്. അതിൻ്റെ അകത്ത് മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള സ്റ്റോക്ക് ബ്രോക്കേഴ്സിൻ്റെ ലിസ്റ്റാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ആക്റ്റീവ് ക്ലയൻസ് എന്ന് പറഞ്ഞ് നമുക്കിവിടെ കാണാൻ സാധിക്കും. സെറോദയാണ് ഏറ്റവും മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള സ്റ്റോക്ക് ബ്രോക്കർ. അതിനുശേഷം അപ്സ്റ്റോക്സ്, ICICI ഡയറക്റ്റ്, ഏഞ്ചൽ ബ്രോക്കിംഗ്, HDFC സെക്യൂരിറ്റീസ്, 5 പൈസ, കൊട്ടക് സെക്യൂരിറ്റി, ഇങ്ങനെ ഒരുപാട് സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ഇപ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ അകത്ത് കുറച്ച് സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സും കുറച്ച് സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ഫുൾ സർവീസ് ബ്രോക്കേഴ്സുമാണ്. നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഇതിൻ്റെ തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ് എപ്പോഴും ട്രാൻസാക്ഷൻ്റെ ഫീസ് കുറവായിരിക്കും നമ്മൾ ഫുൾ സർവീസ് ബ്രോക്കേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഒരു ഷെയർ ബൈ ചെയ്തിട്ട് അത് വിൽക്കുമ്പം അതിൻ്റെ പിടിക്കുന്ന ട്രാൻസാക്ഷൻ ചാർജ് കുറവാണെങ്കിൽ അത്രയും നല്ലതാണ്. നമുക്ക് നിസാര ട്രാൻസാക്ഷൻ ചാർജ് പിടിക്കുന്ന ബ്രോക്കറിനെ സെലക്ട് ചെയ്യണം. പ്രത്യേകമായിട്ട് ഓർത്തിരിക്കുക, ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിന് ട്രാൻസാക്ഷൻ ഫീസസ് വളരെ കുറവാണ്. ഈ ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിൽ പെടുന്നതാണ് സെറോദ, അപ്സ്റ്റോക്സ്, ഏഞ്ചൽ ബ്രോക്കിംഗ് ഒക്കെ. ICICI ഡയറക്റ്റ്, HDFC സെക്യൂരിറ്റീസ് ഫുൾ സർവീസ് ബ്രോക്കേഴ്സാണ്. അതുപോലെ തന്നെ ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിൽ എന്ന് പറയുമ്പോഴത്തേന് നമ്മുടെ കയ്യിലൊരു SBIയുടെ ഒരു അക്കൗണ്ട് ഉണ്ട്. SBIയുടെ അക്കൗണ്ടും സെറോദയിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണ്, അതായത് ഡിസ്കൗണ്ട് ബ്രോക്കറിൽ. നമ്മൾ സെറോദയിൽ ഡിമാറ്റ് അക്കൗണ്ട് തുറന്നു, അതിനുശേഷം നമുക്കൊരു ഷെയർ ബൈ ചെയ്യണം. നമ്മൾ ഷെയർ ബൈ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഡിമാറ്റ് അക്കൗണ്ടിൽ ഫണ്ട് വേണം. നമ്മൾ എന്താണ് ചെയ്യുന്നത്, SBIയുടെ അക്കൗണ്ടിൽ നിന്ന് ഫണ്ട് സെറോദയിലേക്ക് ആഡ് ചെയ്യും. അതിനുശേഷം നമ്മൾ ബൈ ചെയ്യും ഷെയർ. അതിനുശേഷം നമ്മൾ സെല്ല് ചെയ്യും, ഹോൾഡ് ചെയ്ത് നമ്മൾ പ്രോഫിറ്റ് ആയി കഴിയുമ്പോൾ സെല്ല് ചെയ്യുമ്പോഴത്തേന് വീണ്ടും സെറോദയുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ഫണ്ട് വരും. ആ ഫണ്ട് വീണ്ടും വിഡ്രോ ചെയ്ത് SBIയുടെ അക്കൗണ്ടിലേക്ക് തിരിച്ച് എടുക്കേണ്ടതുണ്ട്. ഇതേ സമയത്ത് നമ്മൾ ഒരു ഫുൾ സർവീസ് ബ്രോക്കർ ആണെങ്കിൽ, അതായത് ICICI ഡയറക്റ്റിൻ്റെ ആണ് നമ്മൾ ഡിമാറ്റ് ആൻഡ് ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തതെങ്കിൽ നമുക്ക് എപ്പോൾ ഷെയർ ബൈ ചെയ്യണോ നമ്മുടെ കയ്യിലൊരു ICICIയുടെ അക്കൗണ്ടും ഉണ്ടാവും അതിനോട് സംബന്ധിച്ച്. നമ്മൾ എപ്പോൾ ഷെയർ ബൈ ചെയ്യണോ അപ്പം തന്നെ നമുക്ക് ഷെയർ ബൈ ചെയ്യാൻ പറ്റും. നമ്മുടെ സേവിങ്സ് അക്കൗണ്ടിൽ നിന്ന് തന്നെ പൈസ ഡയറക്റ്റായിട്ട് ICICI ഡയറക്റ്റ് ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് വരുന്നത് നമുക്ക് ഷെയർ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വിൽക്കുമ്പോഴത്തേനും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ സേവിങ്സ് അക്കൗണ്ടിലേക്ക് തിരിച്ചു ചെല്ലുന്നതാണ്. അതിൻ്റെ അകത്തുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ സർവീസ് ബ്രോക്കേഴ്സിൻ്റെ ട്രാൻസാക്ഷൻ ചാർജസ് കൂടുതലാണെങ്കിലും ഇവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ നോർമലായിട്ട് സേവിങ്സ് അക്കൗണ്ടിലെ ഇൻട്രസ്റ്റ് നമുക്ക് ഫുൾ സർവീസ് ബ്രോക്കേഴ്സ് തരുന്നതാണ്. പക്ഷേ നമ്മൾ ഇതിൻ്റെ ബ്രോക്കറേജസ് കാൽക്കുലേഷൻസ് ഒന്ന് ചെയ്ത് നോക്കേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ഡിമാറ്റ് അക്കൗണ്ട് തുറക്കാൻ സാധിക്കൂ. ഈ വീഡിയോയുടെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ്രോക്കറേജ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ഇത് ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിലാണോ ഫുൾ സർവീസ് ബ്രോക്കേഴ്സിലാണോ നമ്മൾ ഡിമാറ്റ് അക്കൗണ്ട് തുറക്കേണ്ടത്. അതുപോലെ തന്നെ ഇൻ കേസ് ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിലാണെങ്കിൽ ഏതിൻ്റെ അകത്ത് നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. ആ കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ മുമ്പോട്ട് പറയുന്നത്. നമുക്ക് ആദ്യം തന്നെ സെറോദയുടെ ബ്രോക്കറേജ് ഫീസസ് ഒന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് ഞാനിവിടെ സെറോദയുടെ ബ്രോക്കറേജ് കാൽക്കുലേറ്റർ ഞാനിവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു ജോർജ് ചൂട്ടിച്ചേട്ടൻ്റെ ചിപ്സ് ഫാക്ടറി NSEയിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ഒരു 500 രൂപയ്ക്ക് ഒരു സ്റ്റോക്ക് ബൈ ചെയ്യണം. അത് ബൈ ചെയ്തു, അതിനുശേഷം 550 രൂപയ്ക്ക് നമ്മളത് വിറ്റു. അവിടെ എന്തൊക്കെ ട്രാൻസാക്ഷൻ ചാർജസ് പിടിക്കുമെന്നും അത് എത്ര പിടിക്കുമെന്നും നമുക്ക് സെറോദയിലാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തതെങ്കിൽ എത്ര ട്രാൻസാക്ഷൻ ചാർജ് പിടിക്കുമെന്നും നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇവിടെ ബൈ പ്രൈസ് എന്ന് പറഞ്ഞാൽ 500 ആണ്, സെൽ പ്രൈസ് 550. ഒരു ക്വാണ്ടിറ്റിയാണ് ബൈ ചെയ്തത്, ഒരു ഷെയറാണ് ബൈ ചെയ്തത്. NSEയിൽ നിന്നാണ് ബൈ ചെയ്തത്.
ചെയ്തത്. അപ്പോൾ ടോട്ടൽ ടേൺ ഓവർ എമൗണ്ട് എന്ന് പറയുന്നത് 1050 ആണ്. 500 + 550 1050. അവിടെ ബ്രോക്കറേജ് എന്ന് പറയുന്നത് 0 ആണ്. പിന്നെ STT ടോട്ടൽ എന്ന് പറഞ്ഞാൽ 1 രൂപയാണ്. എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻ ചാർജ് എന്ന് പറഞ്ഞാൽ 0.04 ആണ്. ക്ലിയറിംഗ് ചാർജസ് 0 ആണ്. GST എന്ന് പറയുന്നത് 0.01. സെബി ചാർജസ് 0. സ്റ്റാമ്പ് ഡ്യൂട്ടി 0.07. ടോട്ടൽ ട്രാൻസാക്ഷൻ ആൻഡ് ചാർജസ് 1.12. അതായത് നമ്മുടെ ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 48.88. അപ്പം 48 രൂപ 88 പൈസയാണ് നമുക്ക് അവിടെ പ്രോഫിറ്റ് കിട്ടിയിരിക്കുന്നത്. അപ്പം സെറോദയുടെ ബ്രോക്കറേജ് കാൽക്കുലേറ്ററാണ് ഞാൻ പറഞ്ഞത്. അതായത് 500 രൂപയ്ക്ക് മേടിച്ച് 550 രൂപയ്ക്ക് വിറ്റ് കഴിഞ്ഞാൽ 50 രൂപയാണ് നമുക്ക് ആ പ്രോഫിറ്റ് കിട്ടിയത്. അതിൽ നിന്ന് കുറച്ച് ട്രാൻസാക്ഷൻ ചാർജസ് സെറോദയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിടിക്കും. അത് ഏകദേശം 1 രൂപ 12 പൈസയാണ്. അപ്പോൾ നമുക്ക് ഇതേ കാൽക്കുലേഷൻ നമുക്ക് അപ്സ്റ്റോക്സിലും അതുപോലെ തന്നെ ഒരു ഫുൾ സർവീസ് ബ്രോക്കറായ ICICI ഡയറക്റ്റിലും ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിനി അടുത്തത് അപ്സ്റ്റോക്സിൻ്റെ പ്ലാറ്റ്ഫോം ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ ഇവിടെ അപ്സ്റ്റോക്സിൻ്റെ ബ്രോക്കറേജ് കാൽക്കുലേറ്റർ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഡെലിവറി സെലക്ട് ചെയ്തു. അതിനുശേഷം ഒരു ക്വാണ്ടിറ്റി 1 സെലക്ട് ചെയ്തു. അതിനുശേഷം ബൈ പ്രൈസ് 500, സെൽ പ്രൈസ് 550. ഇവിടെയും ബ്രോക്കറേജസ് ചാർജസ് 0 ആണ്. ബട്ട് ബാക്കിയുള്ള എല്ലാ ട്രാൻസാക്ഷൻ ചാർജും കൂടെ കൂട്ടി 1 രൂപ 26 പൈസയാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. അപ്പം ടോട്ടൽ ഇവിടുത്തെ പ്രോഫിറ്റ് 48 രൂപ 75 പൈസയാണ്. സെറോദയിൽ 48 രൂപ 88 പൈസയായിരുന്നു. അതായത് മൈന്യൂട്ടായിട്ടൊരു വേരിയേഷൻ ഉണ്ട്. അപ്സ്റ്റോക്സിൽ ട്രാൻസാക്ഷൻ ചാർജ് കൂടുതലാണ് സെറോദയെ കമ്പയർ ചെയ്യുമ്പോൾ. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും സെറോദയിൽ 1 രൂപ 12 പൈസയാണ് ട്രാൻസാക്ഷൻ ചാർജ് പിടിച്ചതെങ്കിൽ ഇവിടെ 1 രൂപ 26 പൈസയാണ് ട്രാൻസാക്ഷൻ ചാർജ് പിടിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇത് രണ്ടും ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ് ആയിരുന്നു മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ളത്. ഇനി മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള ഒരു ഫുൾ സർവീസ് ബ്രോക്കറിൻ്റെ ബ്രോക്കറേജ് ചാർജസും കൂടെ എടുത്ത് നോക്കാം. അപ്പം ഞാനിവിടെ ICICI ഡയറക്റ്റിൻ്റെ ബ്രോക്കറേജ് കാൽക്കുലേറ്റർ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇവിടെ ഞാൻ ഇക്വിറ്റിയിൽ ഡെലിവറി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തു. അതുപോലെ തന്നെ ബൈ പ്രൈസ് 500, സെൽ പ്രൈസ് 550. ഒരു ഷെയറാണ് ഇവിടെ എൻട്രി ചെയ്തിരിക്കുന്നത്, സ്റ്റേറ്റ് കേരള. അതിനുശേഷം കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും കാണാൻ സാധിക്കും ഇവിടെ ടോട്ടൽ ബ്രോക്കറേജ് ആൻഡ് ടാക്സ് എന്ന് പറയുന്നത് 36 രൂപ 50 പൈസയാണ്. അത് ഡിസ്കൗണ്ട് ബ്രോക്കറിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേനും ഡിസ്കൗണ്ട് ബ്രോക്കറിൻ്റെ ഏകദേശം 1 രൂപ 20 പൈസ വരെയായിരുന്നു വന്നിരുന്നത് ട്രാൻസാക്ഷൻ ഫീസ്. ഇവിടെ ഏകദേശം 36 രൂപ 50 പൈസ അവർ ട്രാൻസാക്ഷൻ ചാർജ് ആയിട്ട് പിടിക്കുന്നു. അപ്പം വളരെ വലിയൊരു ബ്രോക്കറേജ് വേരിയേഷനാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതിന് തന്നെ കാരണം എന്ന് പറയുന്നത് ഇവിടെ ഡെലിവറിയിൽ ബ്രോക്കറേജ് ചാർജ് 30 രൂപയാണ് ഇവിടെ കാണിക്കുന്നത്. ഏകദേശം എല്ലാ ഫുൾ സർവീസ് ബ്രോക്കേഴ്സിൻ്റെയും ട്രാൻസാക്ഷൻ ചാർജ് ഇതുപോലെ വളരെ വേരിയേഷനാണ് ഡിസ്കൗണ്ട് ബ്രോക്കറിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേനും. അതുപോലെ തന്നെ ഇവിടെ ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 13 രൂപ 50 പൈസയാണ്. അവിടെ 48 രൂപ കാണിച്ച് ചെയ്യുമ്പോഴത്തേനും ഇവിടെ 13 രൂപയാണ് നമ്മൾ 500 രൂപയുള്ള ഒരു ഷെയർ വാങ്ങിച്ചിട്ട് 550 രൂപയ്ക്ക് ഒരു ഷെയർ വിൽക്കുമ്പോഴത്തേനും നമുക്ക് ഇവിടെ ഫുൾ സർവീസ് ബ്രോക്കേഴ്സ് ആണെങ്കിൽ നമുക്ക് വെറും 13 രൂപ സംതിങ് ആണ് നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് വരുന്നുള്ളൂ. അപ്പം വളരെ ഒരു വേരിയേഷൻ നമുക്ക് ഇതിൽ നിന്ന് ഈ കമ്പയർ ചെയ്യുമ്പോഴത്തേനും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് മുമ്പോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ബ്രോക്കറിനെ സെലക്ട് ചെയ്യാം. അതിൻ്റെ അകത്ത് തന്നെ ഏറ്റവും ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ് ആയിരിക്കും ഏറ്റവും ബെറ്റർ. അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് സെറോദ അല്ലെങ്കിൽ അപ്സ്റ്റോക്സ്, അതായത് മോസ്റ്റ് പോപ്പുലർ ആയിട്ട് നിൽക്കുന്ന ഒരു ഡിസ്കൗണ്ട് ബ്രോക്കറിനെ നമുക്ക് സെലക്ട് ചെയ്യാനും സാധിക്കുന്നതാണ്. ഇനിയും കൂടുതൽ നിങ്ങൾക്ക് റിസർച്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിസർച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. എല്ലാ ബ്രോക്കേഴ്സിനെയും നമുക്ക് പിക്ക് ചെയ്ത് അതിൻ്റെ അകത്ത് നമുക്ക് ഇതുപോലെ തന്നെ ഡേറ്റ എൻ്റർ ചെയ്ത് നമുക്ക് ട്രാൻസാക്ഷൻ ചാർജസും കാര്യങ്ങളും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് കമ്പയർ ചെയ്തതിന് ശേഷം തീരുമാനം എടുക്കാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ പേഴ്സണലായിട്ട് സെറോദയാണ് ചെയ്യുന്നത്. നല്ലൊരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണ് സെറോദ തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായെന്നും അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഷെയർ മാർക്കറ്റിൻ്റെ അകത്തോട്ട് ഒന്നിച്ച് കൂടുതലായിട്ട് പഠിച്ച് ഒന്നിച്ച് ഇൻവെസ്റ്റ് ചെയ്യാം, നല്ല രീതിയിൽ ഗ്രോ ചെയ്യാം. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് ഉടൻ തന്നെ. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ സെറോദയുടെ ഡിമാറ്റ് അക്കൗണ്ട് എങ്ങനെ ഓപ്പൺ ചെയ്യാം എന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായെങ്കിൽ നമുക്ക് ഉടനെ തന്നെ അടുത്ത ദിവസം തന്നെ വീഡിയോ ഇടുന്നതാണ്. ആ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നത് വരെ ഗുഡ് ബൈ.